വായ് തുറന്നാൽ പച്ച കള്ളം മാത്രം പറയുന്നവനെ ഫാക്ട് ചെക്കിങ്ങിൻ്റെ, അതായത് വസ്തുതാ പരിശോധനയ്ക്ക് നിയോഗിച്ചാൽ എങ്ങനെയിരിക്കും? അതിനേക്കാൾ വലിയ കോമഡി ഉണ്ടോ? അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. മനോരമ അഥവാ നുണരമ എന്ന ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള ജയന്ത് മാമൻ മാത്യുവിനെ ഫാക്ട് ശാല അംബാസഡർ ആക്കിയത്രേ. 2024 ഏറ്റവും വലിയ കോമഡി. നുണ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന് അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള ഈ കാണുന്ന മുതൽ മനോരമ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ആ ഫാക്ട് ശാല അംബാസഡറെ നോക്കിയേ. ഉണ്ണിയെ കണ്ട അറിഞ്ഞൂടെ ഊരിലെ പഞ്ചം. അതുപോലെ ആ മോന്തയിലോട്ടൊന്ന് നോക്കിയേ, നഖത്തിൻ്റെ ഇടയിൽ കള്ളം. അങ്ങനെയുള്ള ഒരാളെ ഫാക്ട് ശാലയുടെ അംബാസഡർ ആക്കിയിരിക്കുന്നു. അതിനേക്കാൾ വലിയ കോമഡി വേറൊന്നാണ്. അതായത് ഇന്നലെ മനോരമയുടെ ചർച്ചയിൽ ഈ ജയന്ത് മാമൻ മാത്യുവിൻ്റെ അടിമയായിട്ടുള്ള നിഷ പുരുഷോത്തമൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ജെയ്ക്സി തോമസിനോട്. എന്താണ് ജെയ്ക്സി തോമസ്, പേടിയാണോ? കേട്ടില്ലേ? ചാനൽ ചർച്ചയ്ക്ക് വന്ന ജെയ്ക്സി തോമസിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, പേടിയുണ്ടോ ജെയ്ക്ക് ഉത്തരം പറയാനെന്ന്. ആരോട്? ജെയ്ക്കിനോട്. ആ ചോദ്യം നേരെ ഈ കാണുന്ന നുണരാമനോടാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടതല്ലേ? ജനാധിപത്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഓരിയിടുന്നവരാണ് നുണരമ ഫാക്ടറി. എന്നിട്ട് ഇങ്ങനെ ഒരു വാർത്ത ഓൺലൈനിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ കമൻറ്റ് പൂട്ടി വെച്ചിരിക്കുകയാണ്. ആര്? അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ എന്ന് ഈ നാട്ടിൽ കൂടെ കൂടെ കൊരവയിടുന്നവർ. സ്വന്തം സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള മാമൻ മാത്യുവിന് ഫാക്ട് ശാല അംബാസഡർ പദവി കിട്ടിയതിനെ സംബന്ധിച്ച് പൊതുജനത്തിന് അഭിപ്രായം പറയേണ്ടത്ര. പേടിയുണ്ടോ എന്ന് നിഷ ആ ചോദ്യം നേരെ ആ മാമൻ മാപ്പിള കുഞ്ഞിനോട് ചോദിക്കുക. ഇതാണ് ധൈര്യം. ഇതിനെയാണ് പേടിത്തൊണ്ടൻ എന്ന് പറയുന്നത്. അതായത് നാട്ടുകാരുടെ അഭിപ്രായം കേൾക്കാൻ പോലും ധൈര്യമില്ല. കാര്യം അറിയാം താഴെ പൂരപ്പാട്ടുണ്ടാകുമെന്ന്. നുണ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വ്യക്തിക്ക് ഫാക്ട് ശാല പോലെ ഒന്നിൻ്റെ അംബാസഡർ ആകണമെന്നുണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ആരാണ്? ഈ നാട്ടിലെ നുണകളുടെ അപ്പോസ്തലന്മാരെയാണ് ഇതിൻ്റെ അംബാസഡർമാരായി നിയമിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയാണ്. ഇടതുവിരുദ്ധ നുണ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മനോരമയിൽ നിന്നുള്ള ഒരാളെ ഇതിലേക്ക് നിയമിക്കുന്നുണ്ടെങ്കിൽ ഫാക്ട് ചെക്ക് ചെയ്ത് ഒരിക്കലും സത്യാവസ്ഥ പുറത്തേക്ക് വരരുത് എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ തന്നെ പച്ച കള്ളം എഴുതുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു പദവി കിട്ടുന്നതെന്ന സ്വാഭാവിക സംശയത്തിനുള്ള ഉത്തരം കൂടിയാണ്. കാര്യം ഒരിക്കലും ഫാക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സത്യം പുറത്തേക്ക് വരരുത്. അവിടെയും ഈ കേരളം കണ്ട ഏറ്റവും വലിയ നുണയനെ പിടിച്ചിരുത്തണം എന്നുള്ളതായിരിക്കും ആ നിയമനത്തിന് വേണ്ടിയുള്ള പ്രധാന യോഗ്യതയെന്ന് തോന്നുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമനം. എന്തായാലും ആ വാർത്ത എന്താണെന്ന് കൂടി നിങ്ങൾ കേട്ടോളൂ. മലയാള മനോരമ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയന്ത് മാമൻ മാത്യു ഫാക്ട് ശാല അംബാസഡർ. പ്രോഗ്രാമിൻ്റെ മലയാളം ഭാഷാ വിഭാഗം അംബാസഡറായാണ് ജയന്ത് മാമൻ മാത്യു പ്രവർത്തിക്കുക. ഓൺലൈനിലൂടെ പ്രചരിക്കുന്ന വിവരങ്ങളിലെ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ക്രിയാത്മകമായി വിശകലനം ചെയ്യാനും ശരിയായ അറിവ് ഉറപ്പിക്കാനും ഇന്ത്യയൊട്ടാകെ ചെറുനഗരങ്ങളിലും ഗ്രാമങ്ങളിലും പരിശീലനം നടത്തുന്ന പദ്ധതിയാണ് ഫാക്ട് ശാല. ഡേറ്റ ലീഡ്സ്, മീഡിയ വൈറസ് എന്നിവയ്ക്കൊപ്പം ഗൂഗിൾ ന്യൂസ് ഇനിഷ്യേറ്റീവിൻ്റെ പിന്തുണയോടെയാണ് ഫാക്ട് ശാലയുടെ പ്രവർത്തനം. ഓൺലൈൻ വഴി തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ വ്യക്തികൾക്കും വിവിധ വിഭാഗങ്ങൾക്കും പരിശീലനം നൽകും. ക്രിയാത്മക ചിന്ത ശക്തിപ്പെടുത്തുന്നതും പ്രോഗ്രാമിൻ്റെ ലക്ഷ്യമാണ്. മലയാളത്തിൻ്റെ അറിവ് പകരുന്ന വീഡിയോ സീരീസിനും ഫാക്ട് ശാല തുടക്കമിടുകയാണ്. ഇതാണ് വാർത്ത. ഈ വാർത്തയ്ക്ക് താഴെ പൊതുജന അഭിപ്രായമാണല്ലോ സോഷ്യൽ മീഡിയ. അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സ് പൂട്ടിവെക്കണമെന്നുണ്ടെങ്കിൽ മനോരമ എത്രമാത്രം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മുൻഗണന കൊടുക്കുന്നുണ്ട് എന്ന് തെളിവാണ്. അതായത് മനോരമയ്ക്ക് തന്നെ അറിയാം കേരളം കണ്ട ഏറ്റവും വലിയ നുണയനെയാണ് ഫാക്ട് ശാലയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ജനം പൊളിക്കുകയാണെങ്കിൽ അത് വലിയ നാണക്കേടാകും. ഇതാണ് അവസ്ഥ. സ്വന്തം എക്സിക്യൂട്ടീവ് എഡിറ്ററിനെ കുറിച്ചൊരു വാർത്ത കൊടുത്താൽ അതുപോലും പബ്ലിഷ് ചെയ്തതിന് ശേഷം കമൻറ്റും പൂട്ടി ഓടേണ്ട ഗതികേടിലാണ് കേരളത്തിലെ മുത്തശ്ശി പത്രം എന്ന് പറയേണ്ട അവസ്ഥയാണ്.